ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? അപ്പോൾ എന്നത്തെയും പോലെ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ കുക്കറിൽ പ്രത്യേകിച്ച് കറിയൊക്കെ പാചകം ചെയ്യുകയാണെങ്കിൽ മൂടിൻ്റെ മുകളിലൊക്കെ വെന്ത് കഴിയുമ്പോൾ അതേപോലായി നിറഞ്ഞു നിൽക്കൂലേ, അതില്ലാണ്ട് ഇരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക, ഈ വിസിലിൻ്റെ മുകളിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി മൂടി തുറന്ന് പിടിക്കുക കേട്ടോ. തുറന്ന് പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. മോടിമേൽ വെള്ളം ഉണ്ടായതിനെ കൊണ്ടൊരു പാട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ പോലെ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒട്ടും ഇതിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കറികളൊന്നും നമ്മളെ കുക്കറിലൊക്കെ മുടിയിലൊക്കെ ആകെയായിട്ട് നാശമായി കിടക്കില്ല, അതില്ല ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാവേ. ഇതേപോലെ കുറച്ച് നമുക്ക് പച്ച നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചൂലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ ഒഴിഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഇതേപോലെ ഒന്ന് ഈളൊക്കെ ഒന്ന് തിരികെ കൊടുക്കുക കേട്ടോ. അത് മോനുണ്ടാക്കിയതാണ്, കൂടുതലൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കൊരു ലൈറ്റർ വെച്ചിട്ട് ഈ ഒരു തുഞ്ചുണ്ടല്ലോ, ഈ ഒരു നമ്മൾ ടൈറ്റായി കിടക്കുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് പ്രസ്സാവാൻ നന്നായിട്ടൊന്ന് അവിടെ ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സുഖമാണ് ഇത് പിടിക്കാനും അതേപോലെ അടിച്ചു വരാനും ഒക്കെ കേട്ടോ. പിന്നെ അത് മോഹനുണ്ടാക്കിയതാണ്, അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇതിൽ ഈളില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അടിക്കാനൊക്കെ നല്ല സുഖമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചൂലാണ്. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ആരൊക്കെ ഇതേപോലെ ചെയ്തതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വീട്ടിൽ ബാക്കി വന്നാൽ ഇവിടെ പ്രത്യേകിച്ചും ഈ ലഗോണിൻ്റെ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ചിക്കൻ അധികം ആയിരിക്കും അങ്ങോട്ട് പോകില്ല കേട്ടോ. അപ്പോൾ അതിലുള്ള ബിരിയാണി ഞാൻ കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ്റെ മസാലയൊക്കെ വരുന്നതിനെ കൊണ്ട് തന്നെ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് കഴുകി ആ ചോറ് മാത്രം ഒന്ന് പൂക്കിയിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്നൊന്നും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കില്ല, വല്ലപ്പോഴും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കേ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ബുൾസൈ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഞാനൊരു തവിയിലേക്ക് എന്താ ചെയ്തിട്ടുണ്ട്, കുറച്ച് എണ്ണ പൊട്ടിയതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വെള്ളം ചൂടായതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ, തിളച്ച വെള്ളമാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയതിന് ശേഷം ഇതിൽ തന്നെ അങ്ങനെ പിടിച്ചു കൊടുക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് അതേപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ബുൾസയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ ആവശ്യമില്ല, ഇതിലേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും എന്താ ചെയ്യുക, ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി തന്നെയാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ റംബുട്ടാൻ്റെ ഒരു സീസൺ തന്നെയാണല്ലോ, എന്നാൽ അത് പൊളിച്ചെടുത്ത് തിന്ന് പറയുന്നത് ഭയങ്കര ഒരു മെനക്കെടുള്ള പണി തന്നെയാണല്ലേ. എന്നാൽ നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതേപോലെ തൊലിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കാമ്പ് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാനൊക്കെ സുഖമാണ്. നമുക്ക് ഒന്നായിട്ടൊക്കെ കൊടുത്തുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ചങ്ക് കൊടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ നമുക്ക് പൊളിച്ചെടുക്കാൻ കിട്ടും കേട്ടോ. കുരുമൊന്ന് വേറായിട്ട് പൊളിച്ചെടുക്കാൻ കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോൾ അതാ ഞാനെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, വോയിസ് അതാണ്. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ. ഇതാക്കുന്ന നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് അധികം ആൾക്കാർക്കും ചില സമയമൊക്കെ കണ്ണെരിയും അല്ലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉള്ളി അരിയുന്നതിൻ്റെ അടുത്ത് തന്നെ വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം, കണ്ണെരിയൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. അടുത്ത ടിപ്സ് കോഴിമുട്ട ഇവിടെ ഞാൻ പൊങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ നോക്കേ. ഞാനൊന്ന് കയ്യിലെടുത്ത് ഇട്ടുണ്ട്. ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, കിച്ചൺ സ്ലാബ്, അവിടെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അധികം അമർത്താൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വീഡിയോയിൽ കാണുമ്പോൾ ഒന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, തൊലി പൊളിച്ചെടുക്കാനത് വളരെ ഈസിയാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുക കേട്ടോ.
അപ്പോൾ കണ്ടോ സുഖമായിട്ട് ഇത് പൊളിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ട്രിക്ക് തന്നെയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കുറവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് സോപ്പ് പൊടി ഉണ്ടല്ലോ, സോപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കോൾഗേറ്റ് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരി ഉണ്ടല്ലോ, സുർക്ക, അതാണ് കേട്ടോ. ആ സുർക്കയും കൂടി ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുർക്ക കൂടുതൽ ഒഴിക്കരുത്, നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതാക്കിയെടുക്കുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് പിന്നെ ഒഴിച്ചൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ പാലുണ്ണി അതേപോലെ അരിമ്പാറൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പ്രസ് ചെയ്ത് എവിടെയാണ് പാലുണ്ണിയോ അരിമ്പാറൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്തിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു 4-5 ദിവസം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഈ ഒരു ബ്ലേഡ് ചിലപ്പം ചില സമയം ജാമായിരിക്കുമല്ലോ, അടിയാനൊക്കെ പ്രയാസമായിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും അരിയോ എന്ത് സാധനമാണ് ഇട്ട് അരിച്ചെടുക്കുക വെച്ചാൽ അതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാവേ. ഈസി ആയിട്ട് വെളുത്തുള്ളി തൊലിക്കാനുള്ള പല ഐഡിയകളും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ ഇനി വേറൊരു ഐഡിയ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കൂടുതലൊക്കെ ഉള്ള സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂട് കൂടാൻ പാടില്ല, കരിഞ്ഞു പോകും. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓഫാക്കിയതിന് ശേഷം ഇട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ. അധിക സമയം ഇതേപോലെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 മിനിറ്റ് അല്ലെ 1.5 മിനിറ്റ് അത്ര സമയം ആവശ്യമുള്ളൂ കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കൈയോടെ നമ്മൾ തൊട്ടൊക്കിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ തൊലി പൊളിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ വിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് അടുപ്പത്ത് നിന്ന് ഇറക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഉള്ളിയും കൂടി നന്നായിട്ട് ഒരുമിച്ച് തിരുമ്മി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നായിട്ട് നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് എടുത്താലും മതി. എങ്ങനെയായാലും നല്ല അടിപൊളി ടിപ്സ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ സുഖമാണ്. ഒരുപാട് കണ്ടോ ഇതേപോലെ ഒന്ന് പ്രസ്, ഒന്നെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഉള്ളിയൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അങ്ങനെ ഒരുപാട് തെളിക്കാനൊക്കെ ഉള്ള സമയത്ത് നമുക്കെന്താവും, പ്രയോജനപ്പെടും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് തവണ പല മോഡലിലും വെളുത്തുള്ളി തെളിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതും ഒരു അടിപൊളി ട്രിക്ക് തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ. ചില സമയമൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊന്നും കറി വെക്കൂലല്ലേ, അപ്പോൾ ഒരു കറുത്ത കളറായി പോകാൻ ചാൻസ് ഉണ്ട്. കളർ മാറിയാകെ നാശാവില്ലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം എടുക്കുക, അതിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചാൽ മതി. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം. കറി ഏതായാലും വേണ്ടില്ല, കാണാൻ നല്ലൊരു മഞ്ച്, ചില കറികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നുമല്ലേ. ആ ഒരു രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് വറവിടുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കറി സാധാരണ വറവിട്ടത് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കില്ലല്ലേ, ഞാനങ്ങനെയല്ല ചെയ്യാറ്. ഇതേപോലെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. കണ്ടോ, അപ്പോൾ കറീൻ്റെ ലെവൽ തന്നെ മാറിയില്ല, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് കറി ആയാലും, ചിക്കൻ ആയാലും ബീഫ് ആയാലും എന്ത് കറി ആയാലും ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാണാനും കഴിക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ മിക്സിൻ്റെ ജാറിന് മൂർച്ച കുറവാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കും കേട്ടോ. ഞാനിവിടെ കുറച്ച് മുട്ടൻ്റെ തോടെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിൻ്റെ ഒരു ബ്ലേഡ് നല്ല മൂർച്ച കിട്ടും കേട്ടോ. അതിനെയല്ല, ഈ ഒരു മുട്ടൻ്റെ തോട് നമ്മൾ ചെടിക്കൊക്കെ ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ല വളവാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെടിയൊന്നുമില്ല, പക്ഷെ ഞാൻ ഇതേപോലെ ചെയ്ത്, അല്ലെങ്കിൽ പാത്രം കഴുകാനും എടുക്കുക കേട്ടോ. നല്ല സ്ക്രബ്ബർ പോലെ നല്ല ഉരച്ച് കഴുകാനൊക്കെ നല്ല സുഖമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ മുട്ടത്തോട് പിടിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം. അടുത്തതായിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരി അരച്ചിട്ടുള്ള നമ്മളത് നീർദോശ എന്നൊക്കെ പറയൂലേ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ.
ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കില്ലല്ലോ. ദോശ ചുടുന്ന സമയത്ത് ചുടുന്ന സമയത്ത് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പരത്തിയെടുക്കാനും അതേപോലെ ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതേപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെ അത് കിട്ടും. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല നൈസായിട്ടുള്ള അടിപൊളി ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈസിയാണ്. പത്തിരിപ്പൊടി വെച്ചിട്ടും അതേപോലെ അരി അരിച്ചിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു, അത് തന്നെയല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പിലുള്ള അത്രയും കട്ടി കുറവായിട്ടാണല്ലോ നമ്മൾ ഇതുണ്ടാക്കുക. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ. നമ്മൾ വീടൊക്കെ അടിച്ച് വാരിയതിന് ശേഷം നമ്മൾ കാട്ടം നമ്മൾ പാത്രത്തിലേക്ക് ഡസ്റ്റ്ബിന്നിലേക്ക് വാരില്ലേ, ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പാത്രത്തിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു കവർ ഇട്ടിട്ട് വാരിയെടുക്കുകയാണെങ്കിൽ ആ ഒരു പാത്രത്തിലാവുകയില്ല, നമ്മൾ ഈസി ആയിട്ട് കളയാനും സുഖമാണ് കേട്ടോ. അപ്പോൾ അടിച്ചു കൂട്ടി വാരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് കളയാൻ കഴിയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ ചില സമയം നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനൊക്കെ മറന്നു പോകും, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ചിലപ്പോൾ കറണ്ടൊക്കെ പോയിട്ട് ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കില്ലേ, നമുക്കത് ഉപയോഗിക്കാനേ തോന്നില്ല. ആ ഒരു സമയം നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കേകി എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് ചിക്കൻ കിട്ടും. ചിക്കൻ മാത്രമല്ല ബീഫും ഇതേപോലെ ചെയ്യാം കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ചിക്കൻ കറി ആണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഉള്ളിയും തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കറിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ വെളുത്തെടുക്കുന്ന ആ ഒരു പ്രശ്നം, അതേപോലെ മസാല പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തിക്കായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറിയാണ് നമുക്ക് എന്ത് ചെയ്യുക, റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇസ്റ്റ് കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇസ്റ്റ് കറി നല്ല തിക്കായി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇസ്റ്റ് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. തേങ്ങാപ്പാൽ എടുത്തിട്ട് 2-3 പാലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇറച്ചിയും അതേപോലെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് 1-ാം പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ എന്ത് ചെയ്യുക, നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ തേങ്ങ അരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ വെള്ള കസ്കസ് ഉണ്ടല്ലോ, അത് രണ്ടും കൂടി അരച്ചിട്ട് ചേർത്തെടുത്താൽ നല്ല തിക്കായിട്ടുള്ള അടിപൊളി കല്യാണ പരയിലൊക്കെ വെക്കും പോലെയുള്ള ഇസ്റ്റ് കറി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ടിപ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.